മൈനോറിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അതെനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ മുന്നിൽ അത് പെടുകയാണെങ്കിൽ ഞാൻ അവിടെ പ്രതികരിക്കുക. അത് ഞാൻ മനഃപൂർവ്വം ആലോചിച്ചിട്ട് ഒന്നും ആയിരിക്കില്ല, ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ ഒരു റിഫ്ലക്സ് ആണത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട്. ഞാൻ എന്തിനങ്ങനെ ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല, എനിക്കതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ പണ്ട് കോളേജിൽ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ബസ് യാത്ര ചെയ്തു തുടങ്ങി. ഒരുപാട് സ്ത്രീജനങ്ങൾ, ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ നോക്കിയപ്പോൾ വലതുവശത്ത് ഒരു സീറ്റിൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ സ്ത്രീകൾ അങ്ങനെ എന്തോ. അപ്പം അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത്, അങ്ങനെ റിസർവേഷൻ കാര്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു 2 പുരുഷന്മാരാണ് അവിടെ ഇരുന്നത്. അവരുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഫുള്ള് ഇപ്പം വയ്യാത്ത അമ്മമാർ എന്നുള്ള രീതിയിലുള്ള കുറച്ച് അമ്മമാരും ചേച്ചിമാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ നിർത്തിയും എടുത്തുമൊക്കെ സ്പീഡിൽ പോവുകയൊക്കെ ചെയ്തപ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ അമ്മമാർ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇതിൽ പിടിച്ചിങ്ങനെ അവർക്കൊരു ബാലൻസ് കിട്ടിയില്ല, അവരിങ്ങനെ വീഴാൻ പോവുകയും അങ്ങനെ 2-3 തവണ ആയപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അയ്യന്മാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മലയാളം അറിയാമോ? ഒരുത്ത എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, മലയാളം അറിയാം എന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിന് നിനക്കെന്താ കുഴപ്പം, നീ ആരാ ചോദിക്കാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് മലയാളം അറിയാമെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് മാറിക്കൊടുക്കണം. ഭയങ്കര റേസായിട്ട് എൻ്റെ അടുത്ത് എന്തോ ഒരു വ്യക്തി വൈരാഗ്യമുള്ളതുപോലെ സംസാരിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്നിട്ട് അവരെ അവിടെ നിന്ന് കണ്ടക്ടറൊന്ന് എണീപ്പിച്ച് മാറ്റി ഇവരെയൊക്കെ അവിടെ ഇരുത്തുകയും ചെയ്തിട്ട് ഈ അമ്മമാരെയും ഒക്കെ അവിടെ ഇരുത്തി. എന്നിട്ട് ഇയാൾ വന്നിട്ട് എൻ്റെ കുറച്ച് ബാക്ക് വശത്തുള്ള ഒരു സീറ്റ് കിട്ടി, അവിടെയാണ് ഇയാൾ വന്നിരുന്നത്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഒരേ ചൊറിയായിരുന്നു. ഞാനന്ന് യൂണിഫോമിൽ ഒക്കെയാണ്, ബാഗും എൻ്റെ കയ്യിൽ ഒരുപാട് പേരുടെ ബാഗും സ്റ്റുഡൻസിൻ്റെയൊക്കെ അങ്ങനെ നമ്മൾ വെച്ചിരിക്കാൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു 4-5 ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞ്, നീ വെളിയിറങ്ങ്, നിന്നെ ചെയ്ത് കളയും, മറിച്ച് കളയും. അയാൾ എന്നെ ചീത്ത എന്തോ വിളിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു, നീ വെളിയിലിറങ്ങണ്ട, നിനക്ക് ഇപ്പോഴും ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. എനിക്ക് ഇവന് വേണ്ടിയിട്ട് എനിക്ക് വഴിയിൽ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോളേജിൽ പോകണം, അതാണ്. അല്ലാതെ ഈ ഇവന്മാരുടെ വാക്ക് കേട്ടിട്ട് അവിടെ ഇറങ്ങാനും അതിനൊന്നും പറ്റില്ല. അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ വെച്ച് ചെയ്യാമായിരുന്നു. പിന്നെ ചുമ്മാ ഈ വാത്താളം മാത്രം അടിച്ച് ഇട്ട് ചുമ്മാ ആൾക്കാരുടെ മുന്നിൽ, അതായത് അയാൾക്കൊരു ഒരു നാണക്കേട് അവിടെ ഉണ്ടായി. അപ്പം അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര കിടിലമാണ്, ഞാൻ ഭയങ്കര ഡോണാണ് എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരുടെ ആ പിള്ളേരുടെ മുന്നിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ ഇപ്പോൾ ചെയ്യടാന്ന് പറഞ്ഞു. അയാൾ എന്തൊക്കെ ഇതുപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, എന്നിട്ട് എവിടെ എത്തിയപ്പോൾ അയാൾ ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ കോളേജിലും പോയി. അത് അങ്ങനത്തെ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ ട്രിഗറായിട്ട് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഒരു റിഫ്ലക്സ് ആയിട്ട് ചെയ്തു പോയൊരു കാര്യമാണ്. അപ്പം ഞാൻ പിന്നെ അതിനുശേഷം കുറച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഞാൻ കണ്ടു. മൈനോറിറ്റിയെ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കിപ്പം സംസാരിച്ച് അയാളെ മാറ്റിയിട്ട് അവിടെ ഇരിക്കാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുക, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അവിടെ കഴിഞ്ഞു. നമ്മുടെ ഐഡൻറ്റിറ്റിയെ വിൽക്കാതിരിക്കാനുള്ള ഒരു ധൈര്യവും നമ്മുടെ മൂല്യങ്ങളെ കൈവിടാതിരിക്കാനുള്ള ഒരു ശക്തി, നമ്മെ മാത്രം നിയന്ത്രിക്കാവുന്ന ഒരു ആത്മവിശ്വാസവും, ഇതൊക്കെയാണ് ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഘടകങ്ങളിൽ ചിലത്. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരുടെ തീരുമാനത്തിൽ ജീവിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതായത് അവർ തീരുമാനിക്കും, അവർ നമ്മളെ നിയന്ത്രിക്കും, അവർ നമുക്ക് വേണ്ടി ന്യായം പറയും, അവർ ബാക്കപ്പ് ചെയ്യും.
അല്ലെങ്കിൽ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് വാ തുറക്കാനുള്ളൊരു ധൈര്യമില്ലെങ്കിൽ കൂടെ ഉള്ളവർ നമുക്ക് വേണ്ടി സംസാരിക്കും. അത് മാറണം. നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ച് തുടങ്ങണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും അതൊരു ശരിയായിട്ടുള്ളൊരു ജീവിതമല്ല. അതൊരു തടങ്കലാണ്. മറ്റുള്ളവർ വഴി കാട്ടിയുള്ള ഒരു ജീവിതം അങ്ങനെയല്ല. നമ്മൾ വഴി കണ്ടെത്തി സഞ്ചരിക്കണം. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നു എന്ന് ഒരു തോന്നൽ മാത്രം ഉണ്ടായിട്ട് മറ്റുള്ളവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കുന്ന ഒരു ജീവിതമായി മാറും. സോ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇതിനുള്ള മറ്റൊരു സൈഡിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് ഒന്ന് ബ്രീഫായിട്ട് പോയി നോക്കാം. ഇപ്പം പല പെൺകുട്ടികളുടെയും ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഇതെന്ന് പറയുന്നത്, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പലരുടെയും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ വീട്ടുകാരോ അച്ഛനോ അമ്മയോ അവർ സ്വയമോ ആയിരിക്കില്ല അവരുടെ ബോയ് ഫ്രണ്ട്. അപ്പം ഞാൻ പലരോടും അനുഭവങ്ങളിലൂടെ എനിക്ക് അറിഞ്ഞ ഒരു കാര്യമാണ്, വീട്ടിൽ സമ്മതിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് എവിടെയെങ്കിലും പോകണം, ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണം, ഡ്രസ്സ് എടുക്കാൻ പോകണം, എന്തെങ്കിലും അവരുടെ, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പലരിൽ നിന്നും അവരുടെ റിപ്ലൈ കേട്ടിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റ് എനിക്ക് ഇല്ലാണ്ടായി അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവരല്ല തീരുമാനിക്കുന്നത്. എനിക്ക് അതിന് അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ട്. വീട്ടുകാർക്ക് കുഴപ്പമില്ല, വീട്ടുകാരും നോ എന്നും പറയില്ല. പക്ഷേ എൻ്റെ ലൈൻ, അല്ലെങ്കിൽ എൻ്റെ ലവർ, എൻ്റെ ബോയ് ഫ്രണ്ട്, അവൻ്റെ അടുത്ത് അവനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വ്യക്തി സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുന്നതാണ്. അത് രണ്ട് രീതിയിൽ ആണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ പറയും, അവൻ അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അവൻ തീരുമാനിക്കുമ്പോൾ അവൻ തീരുമാനിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, എൻ്റെ ഇഷ്ടം അതാണെങ്കിലും എനിക്കത് കുഴപ്പമില്ല. ഇവർ അങ്ങനെയാണ് പറയുന്നത്. അതായിരിക്കും നോർമലൈസ് ചെയ്ത് വരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവർ പോലും അറിയാതെ ഇവരെ അങ്ങനെ ഒരു കേജ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൂപ്പിനകത്ത് ഇവരകപ്പെട്ടു പോയതാണ്. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് എന്താണ്, എനിക്കത് മതി, അവൻ പറയുന്നത് മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരിച്ചെടുത്താലും അങ്ങനെ തന്നെയാണ്. ഗേൾ ഫ്രണ്ട് സമ്മതിക്കില്ല, പയ്യന്മാരുടെ ഒപ്പം കറങ്ങാൻ പോകാൻ ഈ ഗേൾ ഫ്രണ്ട് ഈ പയ്യനെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പെൺകുട്ടി എന്താ പറയുക, പെർമിഷൻ കൊടുത്താലേ പറ്റുള്ളൂ. അവിടെ എന്ന് പറയുന്ന ഈ പയ്യൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്, അവൻ്റെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങളാണ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഓവറോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. അതായത് ഇവർ പറയും, ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും, എനിക്കത് തന്നെയാണ് ഇഷ്ടം, എനിക്ക് അവൻ അല്ലെങ്കിൽ അവൾ തീരുമാനിച്ചാൽ മതി, അവൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പോവുള്ളൂ, അവൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് ഇവർ തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അവിടെ ഈ പെർമിഷൻ കൊടുക്കുന്ന ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, അവരുടെ ഒരു കാര്യം, ഒരു ഇഷ്ടം വരുമ്പോൾ അവർ ഇവരോട് പറയാതെയും അവർ പോവുകയും അവർ ചെയ്യുകയും ചെയ്യും. അതൊന്നും ഇവരറിയില്ല. ഓക്കെ, ഇതൊരു ശരിയോ തെറ്റോ ഇതിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ പലരും പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ അടുത്തുള്ള അതങ്ങ് പോയി. അതായത് എന്താ പറയുക, ഒരു വാല്യൂ, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്. അപ്പം ഞാൻ പലപ്പോഴും അങ്ങനെയാണ്. എനിക്കിപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ, അതിപ്പോൾ ബോയ് ഓർ ഗേൾ ആരായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ ഒരു കഴിവില്ല, അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ ഞാൻ ഒരിക്കലും അങ്ങ് ഇഗ്നോർ ചെയ്യും. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആരാണോ പെർമിഷൻ കൊടുക്കുന്നത് അവരുമായിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ, ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായി പോകാനുള്ള
ഒരു ചാൻസ് കുറച്ച് കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാർ അതൊരു അവരുടെ ഫ്രീഡം അവിടെ നഷ്ടപ്പെടുന്നുവെന്ന് ഏത് മൊമെൻറ്റിൽ അവർക്ക് തോന്നി തുടങ്ങുന്നുവോ ആ നിമിഷം മുതൽ മാറി ചിന്തിക്കുക, സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. ഇതുവരെ അങ്ങനെ ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. ഇതൊക്കെ എങ്ങനെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം? അതായത് മറ്റൊരാൾ നമ്മളെ സ്നേഹത്തോടെയോ സൗഹൃദത്തോടെയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആദ്യമേ. അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടായി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ എന്ന് നമ്മൾ ഇരുന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമം ഉണ്ടോ എന്നുള്ള അതിൻ്റെ ചില സൂചനകൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവർ നമ്മളുടെ തീരുമാനങ്ങളിൽ ഇടപെടും. അതായത് ഉദാഹരണത്തിന്, നിനക്കിതാണ് നല്ലത്, നിനക്കത് നല്ലതല്ല, നിനക്ക് കൂടുതൽ നല്ലത് ഇതാണ്, അല്ലെങ്കിൽ നിനക്ക് ചേരുന്നത് ഇതാണ്, അങ്ങനെയുള്ള ടോക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സജഷൻസ്. ഇത് നല്ലതാണ്, ശരി, തെറ്റാണെന്നല്ല ഞാൻ കുറ്റപ്പെടുന്നതല്ല. പക്ഷേ നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. 2, നമ്മുടെ സമയം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ആരുമായി സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് അവർ തീരുമാനിക്കും, അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചു തുടങ്ങും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോഴും യു ഷുഡ് ബി വെരി കെയർഫുൾ. അതായത് ദേ ആർ ടേക്കിംഗ് കൺട്രോൾ. 3, ഇമോഷണൽ മാനിപ്പുലേഷൻ. ചില ആൾക്കാർ പറയില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ, ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്, എന്നിട്ടും നീ കേട്ടില്ല, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്, ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടിരുന്നത്. ഇങ്ങനെയുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവർ നമ്മളിലൊരു കുറ്റബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കുറ്റബോധം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല, അയ്യോ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ തിരിച്ച് പറയണം. ഇതാണ് അവരുടെ എയിം. അവർ പറയും, ശരി, കുഴപ്പമില്ല, നീ ഇത് ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. ഇതാണ് ഒരു സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി എടുക്കണം. 4, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കും. അതായത് എന്ന് വെച്ചാൽ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്ത, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള സമയം, ഇതെല്ലാം അവർ പതുക്കെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കല്, അത് നമ്മൾ നല്ലതിനല്ല, ഇങ്ങനെ ചിന്തിക്കൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൊരു ഫാക്ടറാണ്. 5, നമ്മളെ നിരന്തരമായിട്ട് വിലയിരുത്തും. നമ്മുടെ വേഷം, നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ. അപ്പോൾ അവർ പറയും ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, അങ്ങനെയാണ്. ഇത് നമ്മളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ നമുക്കങ്ങനെ ഒന്നും തോന്നില്ലായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഒരു ആത്മവിശ്വാസത്തെ അവിടെ കുറയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, നമ്മളിലൊരു കൺട്രോൾ നേടിയെടുക്കാൻ സാധിക്കും. അതൊന്നും നമ്മളങ്ങനെ അനുവദിച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. നമ്മൾ നമ്മുടെ വിലയെ കളയരുത്. നമുക്കിപ്പം പല രീതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പം പൈസ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള മറ്റ് ചുറ്റുപാടുകൾ ഉള്ളവരും ഇല്ലാത്തവരുമായിരിക്കും. പക്ഷേ അതൊന്നും കൊണ്ടല്ല നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഇതൊന്നും തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും ചിന്തകളും തന്നെയാണ്. അപ്പോൾ അതായിരിക്കും നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു എനർജി ബൂസ്റ്ററായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അതായിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിറ്റ് കഴിഞ്ഞാൽ
ഇത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാകും. സോ ഇപ്പോൾ അവർ നമ്മളോട് അടുപ്പം കൂടുകയും കൂട്ടുകൂടുന്നതും എല്ലാം സ്നേഹത്തിനും സൗഹൃദത്തിനും ആണ് എന്നുള്ളത് ശരിയാണെങ്കിൽ അവർ നമ്മളെ സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ അവർ അനുവദിക്കും. അതല്ലാതെ അടുപ്പം കാണിക്കുകയും കൂട്ടുകൂടുകയും എന്നൊരു തോന്നിപ്പിക്കുകയും നമ്മളെ സ്വതന്ത്ര ചിന്ത കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ പറയുന്ന നിയന്ത്രണത്തിൻ്റെ അടയാളം. ഇതാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എനിക്കിന്ന് ഇത്രയുമാണ് പറയാനുള്ളത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ